അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സമൂഹത്തിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജിന്നുകളോട് സഹായം ചോദിക്കുന്ന വിഷയം. ഇതിൽ സഹായം ചോദിക്കുന്നത് തെറ്റാണെന്നും അത് പാടില്ലാത്തതാണെന്നും ഇവിടെ ഈ പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ രണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം അത് സഹായം ചോദിക്കുന്നത് വ്യക്തമായി ഷിർക്കാണ് എന്നും മറ്റൊരു വിഭാഗം ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ് അഥവാ വസീലത്ത് ഷിർക്കാണ് എന്നുമാണ് പറഞ്ഞത്. ഈ പ്രശ്നത്തിൽ ആ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയത് അത് ഷിർക്കാണ് എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കലാണ് ഇതുകൊണ്ട് ഞാൻ ഇവിടെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അഅറാഫ് 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നഹു യറാക്കും ഹുവ ഖബീലഹു മിൻ ഹൈസു ലാ തറൂനഹു. അവനും അവൻ്റെ കൂട്ടരും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ നിന്ന്. അഥവാ ജിന്നുകളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ജിന്നുകളെ കാണുന്നില്ല, അവർക്ക് നമ്മളെ കാണാം. എൻ്റെ വിധി എന്താ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയപ്പോൾ അത് കേൾക്കാൻ ജിന്നുകൾ വന്നിരുന്നു. ഈ വന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അറിഞ്ഞിട്ടില്ല. ആരാണ് അള്ളാഹിൻ്റെ റസൂൽ? സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വന്ന അടുത്ത് വന്ന ജിന്നുകളെക്കുറിച്ച് പോലും അവരടുത്തുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞില്ല. എന്നിട്ട് ആ വിവരം ഖുർആനിൽ അള്ളാഹു അറിയിച്ചപ്പോഴാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു, ജിന്നുകൾ വന്നിരുന്നു, ഖുലൂഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് പോലും ജിന്ന് അടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ സക്കാത്തിൻ്റെ സ്വത്ത് ശേഖരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അത് വാരിയെടുക്കാൻ വേണ്ടി വന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അത് 3 ദിവസം കഴിഞ്ഞ് അതിന് ശേഷമാണ് മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഇന്നും വരും തന്നെ. ആ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും അത് ജിന്നിൽപ്പെട്ട ഇബ്ലീസാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഈ പ്രശ്നത്തിൽ എടുത്തു പറയാതെ സാധാരണ പറയുന്ന ഒരു പ്രശ്നം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഒരു ഏകാന്ത താഴ്വരയിലൂടെ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹം ആരും കാണാത്ത സന്ദർഭത്തിൽ അദ്ദേഹം യാ ഇബാദല്ലാ അയ്നൂനി എന്ന് പറഞ്ഞു എന്നാണ്. ആ റിപ്പോർട്ട് അത് യഥാർത്ഥത്തിൽ വളരെ വളരെ ദുർബലമാണ്. അപ്പോൾ ആ ദുർബലമായ ഒരു ഹദീസ് വെച്ച് യഥാർത്ഥത്തിൽ ഒരു തെളിവിൻ്റെ ചർച്ചയോ വരുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞ യാ ഇബാദല്ലാ എന്നാണ്, എൻ്റെ അടിമകളെ എന്ന് പറഞ്ഞത്. അതെങ്ങനെ ജിന്നുകളോടാണ് അദ്ദേഹം സഹായം തേടിയത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നിൻ്റെ ശബ്ദമാണെന്ന് എങ്ങനെ മനസ്സിലാവുക? പിന്നെ ഹാജറ റളിയല്ലാഹു അൻഹ വിളിച്ചത് സഫാ മർവകൾക്കിടയിൽ വെള്ളത്തിന് വേണ്ടി ഓടിയപ്പോൾ ആരെങ്കിലും സഹായിക്കണേന്ന് പറഞ്ഞ് വിളിച്ചത് ജിന്നിനാണോ? അങ്ങനെയാണെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ പോലെ തന്നെ നമുക്ക് ഇതൊന്നും അയിമൊന്നും ഗ്രഹിച്ചെടുത്തൂടെ അതൊരു ജിന്നിനെയാണ് വിളിച്ചത് എന്ന്? അങ്ങനെയല്ലല്ലോ, അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. പിന്നുള്ളത് മറ്റൊരു പ്രശ്നം, റബ്ബന ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ എന്ന ആയത്താണ്. ഞങ്ങൾ ചിലരെ അന്നാമിലെ 128-ാമത്തെ ആയത്ത് അതാണ്. അതിൽ പറഞ്ഞ് രക്ഷിതാവ് അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഞങ്ങൾ ചിലരെ കൊണ്ട് സുഖം അനുഭവിച്ചിരുന്നു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിരുന്നു എന്നാണ്. ഈ പ്രശ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജിന്നുകൾ മനുഷ്യരുമായി ഇടപെടുന്നത് അവർക്ക് നേരെയുള്ള ഒരു ജീവികൾ എന്ന നിലക്കാണ്. അവരെ സംബന്ധിച്ച് മനുഷ്യർ ഭൗതികമായി അവർ കാണുന്ന ജീവികളാണ്. ജിന്നുകളോട് സഹായം തേടുന്നത് ഷിർക്ക് തന്നെയാണ്, ഇന്ന് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് ആ ആയത്തിൽ തന്നെ പറയുന്നതാണ്. കാല അന്നാറ് മസ്വല്ലുഹും, ആ സഹായം തേടിയത് അനന്തരഫലമായിട്ട് നരകമാണ് നിങ്ങളുടെ വാസസ്ഥലം എന്ന്. അപ്പോൾ പിന്നെ ആ പ്രശ്നത്തിൽ ചർച്ചയില്ലല്ലോ. അത് ആയത്തിൽ തന്നെ അതിൻ്റെ അവസാനം വരുന്ന അനന്തരഫലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഈ പ്രശ്നത്തിലെ സൗദി അറേബ്യയുടെ പണ്ഡിത സഭ ഫത്വ, ഗവൺമെൻറ്റിനും വ്യക്തികൾക്കും ഫത്വ നൽകാനായി ഉള്ള സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ സഭയാണ് ലജ്നത്തു ദായിമ.
അവർ എന്ത് ആണ് ഈ പ്രശ്നത്തിൽ എടുത്ത ഫത്വ, അവർ നൽകിയ ഫത്വ എന്താണ്? 18255 നമ്പർ ഫത്വ. ആ ഫത്വയിൽ പറയുന്നു, വലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ ലിഅന്ന ദാലിക മിനശ് ശിർക്കി. ഹാജരില്ലാത്ത നമ്മളെ സംബന്ധിച്ച് ആ ഭൗതിക രൂപത്തിൽ നമ്മളിവിടെ ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാർ ഗായിബാണല്ലോ, അതേപോലുള്ള ആൾക്കാരോടും ജിന്നുകളോടും സഹായം തേടുന്നത് ലാ യജൂസു, അനുവദനീയമല്ല. ഇനി പറയുന്നു ലിഅന്ന ദാലിക മിനശ് ശിർക്കി, കാരണം അത് ശിർക്കിൽപ്പെട്ടതാണ്. അപ്പോൾ പണ്ഡിത സഭ പറഞ്ഞത് അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്, എന്നാൽ വാചകമല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലിഅന്ന ദാലിക മിനശ് ഷിർക്കി എന്നാണ്. പിന്നെ അവർ തന്നെ ആ ഫത്വയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇബ്നു തൈമിയ അങ്ങനെ അനുകൂലിച്ച് ഇത് കാര്യത്തിൽ വസീലത്ത് ഷിർക്ക് എന്ന് പറയുന്നുണ്ട്. വലാ നായലമു അവർ തന്നെ പറയുന്നത് കലാമൻ, ഒരു വാചകം സരിഹൻ വ്യക്തമായി ഒരു വാചകം ഞങ്ങൾ കാണുന്നില്ല. അന്ന ഷെയ്ഖ് ഇബ്നു തൈമിയ യജൂസ് ദാലിക, ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത് അനുവദിച്ചതായിട്ട് കാണുന്ന ഒരു ഫത്വയും ഇല്ല. അങ്ങനത്തെ ഒരു വാചകം ഞങ്ങൾ വ്യക്തമായി കണ്ടിട്ടില്ല. ആരാണ്? ലജ്ന ദായിമ എന്ന സൗദി അറേബ്യൻ പണ്ഡിത സഭ തന്നെ പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ആ ഫത്വ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും കിട്ടും, നമുക്ക് കിട്ടും. അതിൽ പറയുന്നത് അൽ ജിന്നു വൽ മൗത്ത ഫഹും മിനൽ ഗായിബീൻ, ജിന്നുകളും മരണപ്പെട്ടവരും ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഗായിബാണ്. ഗായിബായ അവരോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അതുകൊണ്ട് അത് അങ്ങനെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അല്ലാത്തവരോട് ചോദിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെളിവുകളാണ് ഇത്തരത്തിൽ ഒരു നിലപാടിൽ എനിക്ക് എത്താൻ കാരണമാക്കിയത്. ഇനി സുഹൃത്തുക്കളെ, സമൂഹത്തിൽ ധാരാളമായി ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ച മറ്റൊരു വിഷയമാണെന്ത്? മഹാന്മാരോടോ അല്ലാത്തവരോടോ ആയ മനുഷ്യരോട്, മഹാന്മാരോ അല്ലാത്തവരോ ആയ മനുഷ്യരോട് അവർ മരണപ്പെട്ട ശേഷം സഹായം ചോദിക്കാൻ കഴിയും, അവർക്ക് കറാമത്തുണ്ട്, അതിൻ്റെ കാരണത്താൽ കേൾക്കും, അവർ നമ്മൾക്ക് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ജാറങ്ങളിലേക്ക് പോയിട്ടും വിളിക്കുന്നുണ്ട്, അല്ലാതെയും വിളിക്കുന്നുണ്ട്. ആ വിളിയെക്കുറിച്ച് എന്താ വളരെ വ്യക്തമായിട്ട് തെറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. മഹാന്മാരെ തന്നെ ഈ മഹാന്മാരായ ആൾക്കാരെ തന്നെയാണ് മക്ക മുശ്രിക്കുകൾ വിളിച്ചിരുന്നത്. പക്ഷേ അവരെ ഖുർആൻ വ്യക്തമായി എതിർത്തു, അത് ശിർക്കാണെന്ന് പറഞ്ഞു. സൂറത്തുൽ ഫാത്തിർ 13-14 ആയത്തുകൾ. വലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കാരക്കുരുവിൻ്റെ നടുക്കുള്ള പാടയുടെ അത്ര പോലും ഉടമ്പെടുത്തുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു ഉരുളിത്തൊലിയുടെ അത്ര പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അതാ മഹാന്മാരായ ആൾക്കാരാണ്. എന്നിട്ട് അവരെ പറ്റിയും ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ദുആ എന്നാണ് യസ്മഉ ദുആക്കും. വലവ് സമയം എനിക്ക് കേട്ടെന്ന് വെച്ചാൽ തന്നെ സങ്കല്പിച്ചാൽ പോലും മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കുന്നാണ്. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിനെ അവർ നിഷേധിക്കുന്നു. അവിടെ അള്ളാഹ് ഉപയോഗിച്ച പദം നോക്കണം. ഈ ഷിർക്കിനെ പങ്കുചേർക്കലിനെ അവർ നിഷേധിക്കുന്നു വെച്ചാൽ എങ്ങനെ? അള്ളാഹ് ഞങ്ങൾ ഇതിന് ഉത്തരവാദികളല്ല, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരല്ല. സായിബാബ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ അങ്ങനെ നിരപരാധികളായി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതല്ലാത്ത ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ മുഹമ്മദ് ഷെയ്ഖോ ബദരീങ്ങളോ ഇവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു മാറും. അപ്പോൾ ഈ കാര്യവും കൂടി മനസ്സിലാക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇല്ലെങ്കിൽ പരലോകത്തെത്തിയിട്ട് ഞങ്ങൾ ഇന്ന പണ്ഡിതന്മാർ പറഞ്ഞ് കേട്ടു എന്ന് വിചാരിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തിയിട്ട് തിരുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ടൊരു ഗുണകാംക്ഷ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരെയും വിമർശിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇൻ ഉരീദുൽ ഇസ്ലാഹി മുസ്തതാഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അസ്സലാമു അലൈക്കും.